ഹലോ. ഓഗസ്റ്റ് 15-ന് മോളെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. 2016 വരെ ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2016-ന് ശേഷം ഓരോ ഓഗസ്റ്റ് 15-നും അതിനേക്കാളും കൂടുതൽ പ്രത്യേകത ഉള്ള ദിവസമാണ്. 2 ദിവസം മുമ്പേ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. എക്സൈറ്റ്മെൻറ്റ് വേറെ ഒന്നുമല്ല, എല്ലാ ബർത്ത്ഡേക്കും ചെറിയ ചെറിയ സർപ്രൈസസ് ഒക്കെ നമ്മൾ സെറ്റാക്കാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പായസം ഉണ്ടാക്കി. പിന്നെ ലഞ്ചിന് ഹനീതായിരുന്നു ഉണ്ടാക്കിയത്. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. മോളെ ഡ്രസ്സിന് മാച്ചായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റി. നമുക്ക് ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് തന്നെ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹാർട്ട് ഷേപ്പുള്ള കേക്ക് ചെയ്യുന്നത്. എന്നെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടുപ്പിച്ചൊരു കേക്കാണ് കേട്ടോ ഇത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ ഞാൻ വിചാരിച്ച ഡിസൈനിൽ ഒന്നും എനിക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റാറില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇത് മോൾക്ക് അവളെ ആൻറ്റി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് 3 ആൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. 3 ആളും ഹിന്ദി അക്ഷരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രായമായതുകൊണ്ട് അവർക്ക് നല്ല യൂസ് ആവും ഈ സാധനം. ഇപ്രാവശ്യം അമ്മക്ക് ഗിഫ്റ്റൊന്നും വാങ്ങാൻ പോകാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. അവൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. എല്ലാ പ്രാവശ്യവും മക്കൾ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ചോദിച്ച സാധനം അപ്പം തന്നെ വാങ്ങിക്കൊടുത്ത് മക്കളെ കേടാക്കുന്നില്ല എന്ന് സമാധാനിക്കാം. മക്കൾ ആഗ്രഹിച്ച സാധനം മക്കൾക്ക് എത്തിച്ചു കൊടുത്തെന്ന് അങ്ങനെയും സമാധാനിക്കാം. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഡേയ്സിൽ ഇതുപോലെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആണെങ്കിൽ പോലെ കിട്ടുന്നത് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രാവശ്യവും ഇതുപോലത്തെ ചെറിയ സർപ്രൈസസ് ഒക്കെ കൊടുക്കുന്നത്. ഗിഫ്റ്റൊന്നും ഇല്ലയെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും ആൾക്ക് ചെറിയൊരു ഹോപ്പൊക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് ഗിഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നെന്ന്. ആ ഹാപ്പിനെസ് എത്ര ഉണ്ടെന്ന് ആളെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ കൂടെ നിൽക്കുന്ന ആൾ അത്ര ഹാപ്പി അല്ലായിരുന്നു. അവൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് കുറഞ്ഞു പോയി എന്നാണ് അവൻ്റെ പരാതി. മോൻ്റെ ബർത്ത്ഡേക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സും വെബ് ഷൂട്ടറും ഒക്കെ ആയിരുന്നു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു പോയി എന്നാണ് പരാതി. ഇതായിരുന്നു മോൾക്ക് കൊടുത്ത ഗിഫ്റ്റ്. ആളൊരു യൂണിക്കോൺ ഫാൻ ആയതുകൊണ്ടാണ് എല്ലാം യൂണിക്കോണിൽ തന്നെ എടുത്തത്. അതുപോലെ തന്നെ ബാർബി ഡോളും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബുക്കൊക്കെ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ആ ബുക്ക് കിട്ടിയപ്പോൾ ആദ്യം അതിലുള്ള പപ്പൻ്റെയും മമ്മൻ്റെയും പേര് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. For Kalyanam is a beautiful day.